നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടുപിട്ടിയ ഒരാളെ വീണ്ടും കാണുന്നു. അന്ന് നമ്മൾ ഇറാഖ് കാര്യമാണ് പറഞ്ഞു. ഇറാഖിലെ കാര്യമാണ് പറഞ്ഞത്. പേരൊന്നും ഓർപ്പിക്കണം, പേര് മാത്രം പറഞ്ഞു. ദീപക്. ഡോക്ടർ ദീപക് ആണോ? എനിക്ക് ദീപക് ഇറാനിലെന്തോ പോയിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ഇറാഖിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറാഖിൽ 15 തീയതി പോയിരുന്നതാണ്. നമ്മുടെ പോലെ ഒരുപാട് ഫാമിലീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇമോഷണലി പ്രൊഫഷണലിയും കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് മാറിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാറ് വാർത്ത ചെയ്യുമ്പം കൂടുതലും ഇങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റ് ആൾക്കാർ പൊളിറ്റിക്കലി പോകുന്നേക്കാളും ആൾക്കാർക്ക് എങ്ങനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇറാനിലൊക്കെ പോകാനുള്ള ഒരു അവസ്ഥയുണ്ടോ അവിടെ ഇപ്പോൾ? ഇല്ല, നമുക്ക് ജോലി എവിടെയെങ്കിലും പോയല്ലേ പറ്റുള്ളൂ, ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മുടെ ഈ വിദേശ വാർത്തകളൊക്കെ കേട്ടുകൊണ്ട് പി ജെയിംസ് സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ ജെയിംസ് കൂടെ കേൾക്കാൻ വേണ്ടി പറയാം, ഇറാനിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതെ, ആൾക്കാർക്ക് ഈ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാർത്തകൾ വേണം ചെയ്യാൻ. പൊളിറ്റിക്കൽ ന്യൂസ് ഓക്കെയാണ്, നമുക്ക് കാര്യം മനസ്സിലാവാൻ. പക്ഷേ അതിനേക്കാളും അതിലുപരി ആൾക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു പെർസ്പെക്റ്റീവിൽ കേട്ടല്ലോ. അതെ, അത് കഴിഞ്ഞിട്ട് സാർ ഇപ്പം സാറിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. സാറിൻ്റെ ഈ മീഡിയ ഇപ്പം നമ്മൾ ഒരുപാട് മീഡിയ വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള മീഡിയ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ മീഡിയയിൽ യൂത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അവർ കൂടുതൽ ഇൻഫോംഡ് ആയോ അല്ലെ അവർ ഡിസ്ട്രാക്റ്റഡ് ആയോ? എനിക്ക് യൂട്യൂബൊക്കെ ഇൻഫോംഡ് ആണ്. മാത്രമല്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു 3 തലമുറയെ കണ്ടു, ജെൻസി ഉൾപ്പെടെ. ഈ തലമുറകൾ മാറുന്നതല്ല, നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നെങ്കിൽ ജനങ്ങൾക്കൊരു പ്രശ്നമില്ല. കള്ളത്തരമാണെങ്കിൽ നാണയത്തെ തിരിച്ചറിയും, അവർ നമ്മളെ ഔട്ടാക്കും. അത്രയേ ഉള്ളൂ. അതെ, വേറൊരു കാര്യം കൂടെ, ഞാനിപ്പോൾ സാറിനെ സാറിനെ കണ്ടിട്ട് വണ്ടി പോയി ബുക്ക് എടുത്തിട്ട് വന്നതാ. ഇത് ഞാൻ എഴുതിയ ഒരു ബുക്കാണ്, ന്യൂസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്ന് ഇത് കണ്ടന്റ് സെൽഫ് മാസ്റ്ററി, കുട്ടികൾക്കുള്ള ഉപദേശങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും ഞാനിത് വായിച്ച് കുഴപ്പമാണെങ്കിൽ പറയുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗുഡ് മോർണിംഗ്. നിങ്ങൾ അവർ ഓടാൻ തുടങ്ങുന്നത്, നിങ്ങളെന്തിനാണ് ഓടാൻ തുടങ്ങുന്നത്? ഞാൻ അങ്ങോട്ട് വരുന്നു. നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഒരു വിഷമമല്ലേ? എന്താ പേര്? സത്യം പറയണം, എന്നെ കണ്ടോണ്ട് ഓടാൻ തുടങ്ങി എന്താ? ഒരിക്കലും ഇല്ല, സാറിനെ കണ്ടോണ്ട് അങ്ങോട്ട് വന്നതാ. ഓടാൻ നിൽക്കുക, കാണാനായിട്ട് വന്നത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സാറ് നടക്കാൻ വരുമ്പോഴെല്ലാം ഞങ്ങൾ വന്ന് ഇവിടെ കാണാറുണ്ട്. എനിക്കറിയാം. കഴിഞ്ഞ തവണ വന്നപ്പോൾ കൂടെ വന്നിന്ന് ഫോട്ടോ എടുത്തു, സെൽഫി ഫോട്ടോ എടുത്തായിരുന്നു. സെൽഫി കയ്യിലുണ്ടോ? അത് കളഞ്ഞ അപ്പം തന്നെ പോകുന്ന വഴിക്ക് തന്നെ കളഞ്ഞു പോയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം നന്ദി. വീട്ടിൽ വരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.